രണ്ടാമത്തെ ഫൈലം ഒന്ന് ഓർത്തു നോക്കി. അതെ, വെരി ഗുഡ്, പോറിഫെറ. രണ്ടാമത്തെ ഫൈലം ഗുഡ്, സീലൻഡ്രൈറ്റ്, അല്ലെങ്കിൽ നിഡേറിയ എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട് അല്ലെ. ഇനി നമ്മൾ മൂന്നാമത്തെ ഫൈലത്തിലേക്ക് പോവുകയാണ്. ഫൈലത്തിന്റെ പേര് എല്ലാവരും ഓർത്തു നോക്കി. മൂന്നാമത്തെ ഫൈലം നമ്മുടെ ഓർഡർ അനുസരിച്ച് വരുമ്പോൾ മൂന്നാമത്തെ ഫൈലം വെരി ഗുഡ്, ഫൈലം ടെനോഫോറ. അപ്പോ ടെനോഫോറയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഏത് ഫൈലത്തിലും രണ്ട് തരത്തിൽ നമ്മൾ ക്യാരക്ടേഴ്സ് ഓർക്കണം അല്ലെ. ഒന്ന് കോമൺ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ്, രണ്ടാമത്തേത് ഓരോ ഫൈലത്തിന്റെയും സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം കോമൺ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമതായിട്ട് പറയേണ്ടത് അതിന്റെ ഹാബിറ്റാറ്റ് എന്താണെന്ന് പറയുകയാണ്. ഹാബിറ്റാറ്റ് എല്ലാ ജീവികളും, ടെനോഫോറ ഫൈലത്തിലെ എല്ലാ ജീവികളും മറൈൻ ഹാബിറ്റാറ്റിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, എക്സ്ക്ലൂസീവ്ലി മറൈൻ, ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്നില്ല. ഓക്കെ, ഇനി അതിന്റെ സിമെട്രി നോക്കിയാൽ സിമെട്രി റേഡിയൽ സിമെട്രി ആണ്. ജേം ലെയേഴ്സ് രണ്ടെണ്ണം കാണപ്പെടുന്നു, അപ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കും. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ടിഷ്യൂ ലെവലാണ്, സീലം കാണപ്പെടുന്നില്ല. അപ്പോൾ ഒന്നുകൂടി എക്സ്ക്ലൂസീവ്ലി അല്ലെങ്കിൽ മറൈൻ, എക്സ്ക്ലൂസീവ്ലി എന്ന വാക്കില്ലെങ്കിലും കുഴപ്പമില്ല, മറൈൻ എന്ന് ഓർത്തു വെച്ചേക്കുക. റേഡിയൽ സിമെട്രി, ഡിപ്ലോബ്ലാസ്റ്റിക്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സീലം ആബ്സെന്റ്. അപ്പൊ കോമൺ ക്യാരക്ടേഴ്സിൽ നമുക്കിനി മറ്റൊന്നും പറയാനില്ല. ഇനി ടെനോഫോറ ഫൈലത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ടെനോഫോറയെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് സീ വാൾനട്ട് അല്ലെങ്കിൽ കോമ്പ് ജെല്ലീസ് എന്നാണ് വിളിക്കുന്നത്. രണ്ട് പുതിയ പേരുകളാണ്, ശ്രദ്ധിച്ചു പഠിക്കണം. ടെനോഫോറ ഈസ് കോമൺലി കാൾഡ് സീ വാൾനട്ട്. ഓക്കെ, മറ്റൊരു പേരൂടെ ഉണ്ട്, കോമ്പ് ജെല്ലി. കോമ്പ് എന്താണെന്ന് അറിയാലോ, ചീപ്പ് പോലെ. ഓക്കെ, സീ വാൾനട്ട് എന്ന് വിളിക്കാൻ കാരണം അതിന്റെ ഷേപ്പ്, ബോഡിയുടെ ഷേപ്പ് നമ്മൾ നോക്കിയാൽ വാൾനട്ട് ഷേപ്പാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പൊ കടലിൽ കാണുന്ന വാൾനട്ട് പോലുള്ള ഷേപ്പ്, അതുകൊണ്ടാണ് സീ വാൾനട്ട് എന്ന പേര് കിട്ടിയത്. ഇനി കോമ്പ് ജെല്ലീസ് എന്ന് വിളിക്കാൻ കാരണം ഇതിന്റെ ബോഡിയിൽ നിറയെ കോമ്പ് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന പ്ലേറ്റ്സ് കാണപ്പെടുന്നു. അത് ടെനോഫോറയുടെ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് കോമ്പ് പ്ലേറ്റ് എന്നുള്ളത്. അത്തരത്തിൽ 8 വരികളിലായിട്ട് 8 റോസ് ഓഫ് കോമ്പ് പ്ലേറ്റ്സ്. ആ കോമ്പ് പ്ലേറ്റ്സിന്റെ പ്രത്യേകത ഒന്നുകൂടിയുണ്ട്, സീലിയെ കാണപ്പെടുന്ന കോമ്പ് പ്ലേറ്റ്സ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് എങ്ങനെ പറയാം? ടെനോഫോറ കൺസിസ്റ്റ് ഓഫ് 8 rows of ciliated comb plates. അപ്പൊ കോമ്പ് പ്ലേറ്റ്സ് മനസ്സിലായോ? 8 എണ്ണമാണെന്ന് ഓർക്കണം. ഈ കോമ്പ് പ്ലേറ്റ്സിന്റെ ഫംഗ്ഷൻ ലോക്കോമോഷൻ ആണ്. കാരണം സീലിയ കാണപ്പെടുന്നല്ലോ, സീലിയ ഉണ്ടെങ്കിൽ ആ സീലിയ ഉപയോഗിച്ചിട്ട് ഇതിന് എന്ത് ചെയ്യാം? സഞ്ചരിക്കാൻ കഴിയും, ലോക്കോമോഷൻ. ഇനി 2 വലിയ ടെന്റക്കിൾസും കാണപ്പെടുന്നുണ്ട്, അതും ലോക്കോമോഷൻ തന്നെയാണ്. ഇനി ഇതിന്റെ ടെനോഫോറ എന്ന പേര് കിട്ടാൻ കാരണം നമ്മൾ പറഞ്ഞില്ലേ, കോമ്പ് പ്ലേറ്റ്സ് കാണപ്പെടുന്നു. ഈ കോമ്പ് പ്ലേറ്റ്സിന്റെ മറ്റൊരു പേര് ടീൻസ് എന്നാണ്. സ്പെല്ലിംഗ് നോക്കുക, സി ആണ് തുടക്കം. ഓക്കെ, പക്ഷേ സി നമ്മള് സൈലന്റ് ആണ്, സി അത് പറയില്ല, ടി തൊട്ട് പറയാം, ടീൻസ്. ഈ ടീൻസ് എന്ന കോമ്പ് പ്ലേറ്റ് കാണപ്പെടുന്നത് കൊണ്ടാണ് ടെനോഫോറ എന്ന പേര് കിട്ടിയത്. അപ്പൊ ഇത്ര മനസ്സിലായോ? ഇനിയുമുണ്ട് ടെനോഫോറയുടെ എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, ആദ്യത്തെ ക്യാരക്ടറായിട്ട് നമ്മൾ പറഞ്ഞത് കോമ്പ് പ്ലേറ്റ്സ് കാണപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെ. അടുത്ത ക്യാരക്ടർ ഇതിന്റെ ഒരു പ്രത്യേക കഴിവാണ്. അതിനെ നമ്മൾ പറയുന്ന പേര് ബയോലൂമിനസെൻസ് എന്നാണ് പറയുന്നത്. ബയോലൂമിനസെൻസ്, ലൂമിനിസെൻസ് എന്ന് പറയാം, ലൂമിനസെൻസ് എന്ന് പറയാം. ബയോലൂമിനസെൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ലിവിംഗ് ഓർഗാനിസത്തിന്, ഒരു ജീവിക്ക് അതിന്റെ ശരീരത്തിൽ നിന്ന് പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവിനെയാണ് ബയോലൂമിനസെൻസ്. മിന്നാമിനിങ്ങിന് ഓർമ്മയുണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോ ദ പ്രോപ്പർട്ടി ഓഫ്
a living organism to emit light is called bioluminescence. അപ്പൊ രണ്ടാമത് പഠിച്ചോ. അപ്പോ ടെനോഫോറ ഫൈലത്തിലെ ജീവികൾക്ക് എന്ത് കഴിവുണ്ട്? ബയോലൂമിനസെൻസ് എന്ന കഴിവുണ്ട്. ഇനി ഇതിന്റെ വലിപ്പമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ജീവികളാണ്. അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 30 സെന്റിമീറ്ററോളം ഒക്കെ വലിപ്പം മാത്രമേ, 30 സെന്റിമീറ്ററോളം വലിപ്പമൊക്കെ ഇതിന് കാണും. അതിലും ചെറുതായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ വലിപ്പമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക. ഇനി അടുത്തൊരു പ്രത്യേകത, ഇതിന്റെ ബോഡി ട്രാൻസ്പെയറന്റ് ആണ്. നമ്മുടെ കയ്യിലൊക്കെ എടുത്ത് വെക്കാൻ പറ്റും നമുക്ക്. അപ്പൊ കയ്യിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാല് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു ജീവിയെ പോലെ തോന്നും. ട്രാൻസ്പെയറന്റ് ബോഡിയാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഡൈജഷൻ, ദഹനം ബോഡിക്ക് അകത്ത് വെച്ചും പുറത്ത് വെച്ചും നടക്കും. അപ്പോൾ ഡൈജഷൻ ഈസ് ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ. റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്സസ്, അതായത് മെയിൽ എന്നും ഫീമെയിൽ എന്നും രണ്ടു തരത്തിൽ ജീവികളില്ല. അപ്പൊ അത് നമ്മളൊരു ടേം പഠിച്ചല്ലോ. എന്തായിരുന്നു ആ ടേം? വെരി ഗുഡ്, ഹെർമാഫ്രോഡൈറ്റ്. അപ്പോ ടെനോഫോറ ഫൈലം എന്ത് ടൈപ്പ് ജീവികളാണ്? ഹെർമാഫ്രോഡൈറ്റ് ആണ്. റീപ്രൊഡക്ഷൻ അസെക്ഷൽ മെത്തേഡ് ഇല്ല, സെക്ഷൽ മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഗ്യാമേറ്റ്സ് ഫോം ചെയ്യും, ഗ്യാമേറ്റ്സിന്റെ ഫ്യൂഷൻ നടക്കും, സെക്ഷൽ ആയിട്ട് റീപ്രൊഡക്ഷൻ നടക്കും. ഡെവലപ്മെന്റിനെ കുറിച്ച് നോക്കിയാൽ ലാർവൽ സ്റ്റേജ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ എന്ത് ടൈപ്പ് ഡെവലപ്മെന്റ് ആയിരിക്കും? ഇൻ ഡയറക്റ്റ് ഡെവലപ്മെന്റ്. അപ്പൊ ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടി നമ്മുടെ ഇത്രയും നേരത്തെ ക്യാരക്ടേഴ്സ് ഒന്ന് നോക്കാം. എല്ലാ ക്യാരക്ടേഴ്സും ചേർത്ത് പറയുകയാണ്. ഫൈലത്തിന്റെ പേര് ടെനോഫോറ. എക്സ്ക്ലൂസീവ്ലി മറൈൻ, റേഡിയൽ സിമെട്രി, ഡിപ്ലോബ്ലാസ്റ്റിക്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സീലം ആബ്സെന്റ്, commonly called sea walnut or comb jellies. Body of Ctenophora consists of 8 rows of ciliated comb plates. Cilia helps in locomotion. അല്ലെങ്കിൽ comb plate ന്റെ ഫംഗ്ഷൻ ചോദിച്ചാലും നമ്മൾ എന്ത് പറയണം? ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ മതി. Tentacles present. Digestion is both extracellular and intracellular. Another feature is bioluminescence. And the bioluminescence, the property of a living organism to emit light is called bioluminescence. Sexes are not separate. Sexes separate alla. Appo they are hermaphrodite. Reproduction is sexual type. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ബോഡിക്ക് പുറത്ത് വെച്ചിട്ടാണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഡെവലപ്മെന്റ് ഇൻഡയറക്ട് ഡെവലപ്മെന്റ് ആണ്. ലാർവൽ സ്റ്റേജ് കാണപ്പെടുന്നത്. ഇനി ഇതിന് 2 എക്സാമ്പിൾസ് കൂടിയുണ്ട്. ഒന്ന് ടെനോപ്ലാന. ടെനോഫോറ ഫൈലം ഓർത്താൽ മതി, ജീവിയുടെ പേര് നമുക്ക് കിട്ടും. ടെനോപ്ലാന. രണ്ടാമത്തേത് പ്ലൂറോബ്രാക്കിയ. ഓക്കെ, പ്ലൂറോബ്രാച്ചിയ എന്നും പറയാം, പ്ലൂറോബ്രാക്കിയ എന്നും പറയാം. ഇനി ഇതിന്റെ ഓർക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇതിന്റെ സൈസ് നമുക്ക് ടെക്സ്റ്റിൽ അതൊന്നും പഠിക്കാനില്ല. സൈസ് വളരെ ചെറുതാണെന്ന് പറഞ്ഞു. ട്രാൻസ്പെറന്റ് ആയ ബോഡിയാണെന്നും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ടെനോഫോറ ഫൈലത്തിന്റെ ക്യാരക്ടേഴ്സ്. ടെനോഫോറയുടെ ബയോലൂമിനസെൻസ് പ്രോപ്പർട്ടിയാണ് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന കോംബ് പ്ലേറ്റ്സ് ആണ്, കണ്ടോ? 8 rows ഓഫ് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കോംബ് പ്ലേറ്റ്സ് 8 എണ്ണം നോക്കിയാൽ മതി, വ്യക്തമായിട്ട് നമുക്കിതിൽ കാണാൻ കഴിയും. ഈ ബയോലൂമിനസെൻസ് പ്രോപ്പർട്ടിക്ക് കാരണം ഇതിന്റെ ശരീരത്തിൽ കാണുന്ന ഫോട്ടോ പ്രോട്ടീൻസ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം കെമിക്കൽസ് കാരണമാണ്. About half of the comb jelly species feed by the use of a pair of tentacles that do not sting, but instead contain sticky cells called colloblasts. Zooplankton Lostickton jellies have no tentacles. Instead, their mouth contains hooks to bite off chunks of prey. Their larva grows rapidly as their entire lifespan is only around a few months. പ്ലൂറോബ്രാക്കിയ എന്ന എക്സാമ്പിളാണിത്. ആ ഒരു ചെറിയ ബ്ലൂ കളറിൽ കാണുന്നതെന്ന് എണ്ണി നോക്കിയാൽ 8 സീലിയേറ്റഡ് കോംബോ പ്ലേറ്റ്സ് അതിൽ കാണാൻ കഴിയും. 2 വലിയ ടെൻഡക്കിൾസും ഇതിനകത്ത് കാണാൻ കഴിയും.
ഇതാണ് ടെനോപ്ലാന. ഈ 2 എക്സാമ്പിൾസ് ആണ് നമുക്കിതിൽ പഠിക്കേണ്ടത്, പ്ലൂറോബ്രാക്കിയ ആൻഡ് ടെനോപ്ലാന. ഇതിന് ബോഡി ട്രാൻസ്പെറൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയ ബോഡി വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. സീ വാൾനട്ട് എന്ന വാൾനട്ട് ഷേപ്പ് കൂടി ഒന്ന് നോക്കുക. അതേപോലെ തന്നെ ഈ കാണുന്നത് ഒരുപാട് ടെനോഫോറ ഫൈലത്തിലെ ജീവികളാണ്. അതായത് കടൽ തീരത്ത് അത് മണലിൽ അടിഞ്ഞുകൂടി കിടക്കുന്നതാണ് ഈ കാണാൻ കഴിയുന്നത്. ബോഡി കണ്ടോ, നല്ല ട്രാൻസ്പെറൻ്റ് ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ. 4ാമത്തെ ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്. ക്യാരക്ടേഴ്സ് നോക്കാം. ആദ്യം നമ്മൾ കോമൺ ക്യാരക്ടേഴ്സ് പറയാൻ പോവാണ്. പ്ലാറ്റി ഹെൽമിന്തസ് ഫൈലത്തിലെ ജീവികളെല്ലാം തന്നെ പാരസൈറ്റ്സ് ആയിട്ടാണ് ജീവിക്കുന്നത്. എന്താ പാരസൈറ്റ് എന്ന് പറഞ്ഞാല്? മറ്റു ജീവികളുടെ ബോഡിക്കുള്ളിൽ ജീവിച്ചുകൊണ്ട് അതിന്റെ ആഹാരം എടുക്കുന്നവയാണ് നമ്മൾ പാരസൈറ്റ് എന്ന് വിളിക്കുന്നത്. പരാതം എന്ന് മലയാളത്തിൽ പറയും, അറിയാലോ. അപ്പോ പ്ലാറ്റി ഹെൽമിന്തസ് എന്ന ഫൈലത്തിലെ ജീവികളൊക്കെ എന്താണ്? പാരസൈറ്റ്സ് ആണ്. പാരസൈറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്, അറിയാലോ. ബോഡിക്ക് പുറത്ത് ജീവിക്കുന്ന പാരസൈറ്റ്സ് ഉണ്ട്. പേൻ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ തലയിൽ കാണുന്ന പേൻ, അതുപോലെ ചെള്ള്, ഇതൊക്കെ പാരസൈറ്റ്സ് ആണ്. പക്ഷെ അത് ബോഡിക്ക് പുറത്താ കാണുന്നത്. ബോഡിക്ക് അകത്തുള്ള പാരസൈറ്റ്സ് ഉണ്ട്. വിരകൾ നമ്മൾ പറയില്ലേ, വേംസ്. അപ്പോ പ്ലാറ്റി ഹെൽമിന്തസ് വിഭാഗത്തിൽ പെടുന്ന പാരസൈറ്റ് എൻഡോ പാരസൈറ്റ് ആണ്. അപ്പോ പുറത്തുള്ളതിനെ എന്ത് വിളിക്കാം? എക്ടോ പാരസൈറ്റ് എന്ന് വിളിക്കും. എക്ടോ പാരസൈറ്റും എൻഡോ പാരസൈറ്റും. അപ്പോ പ്ലാറ്റി ഹെൽമിന്തസ് ഫൈലത്തിലെ ജീവികളൊക്കെ എന്താണ്? എൻഡോ പാരസൈറ്റ്സ്. നമ്മുടെ അത് ഹ്യൂമൻ ബീങ്സിന്റെ ബോഡിക്കുള്ളിലും ഈ പ്ലാറ്റി ഹെൽമിന്തസ് വിഭാഗത്തിൽ പെടുന്ന ജീവികൾ പാരസൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇനി ഇതിന്റെ മറ്റു കോമൺ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ പ്ലാറ്റി ഹെൽമിന്തസ് വിഭാഗത്തിൽ പെടുന്ന ജീവികളൊക്കെ ബൈലാട്രൽ സിമെട്രിയാണ് കാണിക്കുന്നത്. കാരണം അതിന്റെ ബോഡി നമ്മൾ നോക്കിയാൽ നീളമുള്ള ബോഡിയാണ്. വേംസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ സിമെട്രി ബൈലാട്രൽ സിമെട്രി ആയിരിക്കും. അതുപോലെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നോക്കിയാൽ ഇതിന് തൊട്ട് മുൻപുള്ള ഫൈലം നമ്മൾ പറഞ്ഞത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നാണ്, അല്ലെ. അതിന്റെ അടുത്ത ലെവലിലേക്ക് വരുന്നു ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പ്ലാറ്റി ഹെൽമിന്തസിൽ മാറി, അല്ലെ. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ടിഷ്യൂ ലെവലിൽ നിന്ന് ഏതിലേക്കായി? ഓർഗൻ ലെവലിലേക്ക് ആയതോടൊപ്പം തന്നെ ജേം ലെയേഴ്സിന്റെ എണ്ണം ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന നമ്മുടെ തൊട്ട് മുൻപിലത്തെ ഫൈലത്തിൽ നിന്നും ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന ഫൈലത്തിലേക്ക് മാറും. ഓക്കെ. അപ്പൊ പ്ലാറ്റി ഹെൽമിന്തസ് എന്ത് ജേം ലെയേഴ്സ് ആണ്? 3 ജേം ലെയേഴ്സും കാണപ്പെടുന്ന ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇനി അസീലോമേറ്റ് ആണ്. അതായത് സീലം എന്ത് ചെയ്തിട്ടില്ല? ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ. ഇതിന് മറ്റൊരു പ്രത്യേകത, ഇതിന്റെ ബോഡി നമ്മൾ നോക്കിയാല് ഇത് പരന്നാണ് ഇരിക്കുന്നത്. ഫ്ലാറ്റ് ബോഡിയാണ്. അതായത് ആ ഫ്ലാറ്റ് എങ്ങനെയാണ് അതിന്റെ ഫ്ലാറ്റ്നെസ് എന്ന് പറയുന്നത്? ഇതെങ്ങനെയാണ്? ഡോർസോ വെൻട്രലി ഫ്ലാറ്റ് ഉണ്ട്, കണ്ടോ. അതായത് ഒരു അപ്പർ സൈഡ്, ഒരു ഡോർസൽ സൈഡും ഒരു വെൻട്രൽ സൈഡും, താഴത്തെ സൈഡ്. അപ്പൊ ഇങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കും. ഡോർസോ വെൻട്രലി ഫ്ലാറ്റ് ഉണ്ട്. അപ്പോ അങ്ങനെ ഫ്ലാറ്റൻഡ് ആയ ബോഡി കാണപ്പെടുന്നവയായതുകൊണ്ടാണ് ഈ ഫൈലത്തിനെ പ്ലാറ്റി ഹെൽമിന്തസ്. ഹെൽമിന്ത് എന്ന വാക്കിന്റെ മീനിങ് വേം എന്നാണ്. അപ്പോ ഫ്ലാറ്റ് വേംസ് എന്നാണ് ശരിക്കും ഈ പ്ലാറ്റി ഹെൽമിന്തസ് എന്ന വാക്കിന്റെ മീനിങ്. ഓക്കെ. അപ്പോ നമ്മൾ ഇതുവരെ ഓരോ ഫൈലവും നമ്മൾ പഠിക്കുമ്പോൾ ആ ഫൈലത്തിന് എന്തുകൊണ്ട് ആ പേര് കിട്ടിയെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ പ്ലാറ്റി ഹെൽമിന്തസിന് ആ പേര് കിട്ടാൻ കാരണം എന്തുകൊണ്ടാണ്? ഫ്ലാറ്റ് വേംസ് ആയതുകൊണ്ടാണ്. ഇനി ഇതിന്റെ മറ്റു ക്യാരക്ടേഴ്സ്. അപ്പോ നമ്മുടെ കോമൺ ക്യാരക്ടേഴ്സ് ആയി കഴിഞ്ഞു. ഇതിന്റെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിലേക്ക് പോയാല് പാരസൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ. അപ്പൊ അങ്ങനെ പാരസൈറ്റ് ആയിട്ട് ജീവിക്കാനുള്ള അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? അനുകൂലനങ്ങൾ. പാരസൈറ്റ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് 2 കാര്യങ്ങളാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഒന്ന്, പ്രസൻസ് ഓഫ് ഹുക്സ്, കൊളുത്തുകൾ പോലുള്ള ഭാഗം കാണപ്പെടും. എന്തിനായിരിക്കും? നമ്മുടെ സെല്ലിൽ, നമ്മുടെ മസിൽസിലൊക്കെ എന്ത് ചെയ്യാൻ? ഇങ്ങനെ കൊളുത്തി കിടക്കാനാണ്, അല്ലെ. അതിനെ ഹുക്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സക്കേഴ്സ് കാണും. സക്ക് ചെയ്യുക എന്നറിയാലോ. ഇങ്ങനെ നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യുന്നത്, അതായത് ഈ വണ്ടികളുടെയൊക്കെ ഗ്ലാസ്സിലൊക്കെ ഇതൊക്കെ തൂക്കിയിടാനായിട്ട് ഒരു സക്കിങ് ഒരു സംഭവം ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതൊരു സക്ക് ചെയ്യുന്ന പരിപാടി ഇങ്ങനെ. അപ്പോ പ്രസൻസ് ഓഫ് ഹുക്സ് ആൻഡ് സക്കേഴ്സ്, അതാണ് പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ്. ഇനി ഇതിലെ മറ്റൊരു പ്രത്യേകത, എക്സ്ക്രീഷൻ നടക്കാനായിട്ട്, വിസർജനം നടക്കാനായിട്ട് ചില പ്രത്യേക സെല്ലുകൾ സഹായിക്കുന്നുണ്ട്. ആ സെല്ലുകളെ നമുക്കൊരു പേര് വിളിക്കാം, ഫ്ലെയിം സെൽ എന്നാണ് പറയുന്നത്. അപ്പോ ഫ്ലാറ്റ് വേമും ഫ്ലെയിം സെല്ലും രണ്ടും കൂടെ ഓർക്കാൻ എളുപ്പമാണ്. ഓക്കെ. അപ്പൊ എക്സ്ക്രീഷൻ നടക്കാൻ സഹായിക്കുന്ന എന്താണ്?
അവയവം എന്ന് പറയാൻ പറ്റില്ല, അവയവമായിട്ട് ഡെവലപ്പ് ആയില്ല എങ്കിലും കുഴപ്പമില്ല. എക്സ്ക്രീഷൻ നടക്കുന്നത് ഏതിന്റെ സഹായത്തോടു കൂടിയാണ്? ഫ്ലെയിം സെൽസിന്റെ ഹെൽപ്പോട് കൂടിയാണ്. എക്സ്ക്രീഷൻ മാത്രമല്ല ഫ്ലെയിം സെല്ലിന്റെ ജോലി, ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു ജോലി കൂടിയുണ്ട്. അപ്പൊ ഓസ്മോ റെഗുലേഷൻ എന്താണെന്ന് അറിയണം. നമ്മുടെ ബോഡിക്കുള്ളിലെ സാൾട്ട് വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത്. അതായത് സാൾട്ട് കണ്ടന്റ്, ഉപ്പിന്റെ കണ്ടന്റും വെള്ളത്തിന്റെ വാട്ടറിന്റെ കണ്ടന്റും എന്ത് ചെയ്തോണം? ബാലൻസ് ചെയ്തോണം, മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് സാൾട്ട് വാട്ടർ ബാലൻസ് ഇസ് കാൾഡ് ഓസ്മോ റെഗുലേഷൻ. അപ്പൊ ഫ്ലെയിം സെൽ എന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. ഇനി ഇതും ഹെർമാഫ്രഡൈറ്റ് ആയ ജീവികളാണ്, അതായത് സെക്സസ് സെപ്പറേറ്റ് അല്ല, ഹെർമാഫ്രഡൈറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ബോഡിക്കുള്ളിൽ വെച്ചാണ്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. ഡെവലപ്മെന്റ് ഇൻഡയറക്ട് ഡെവലപ്മെന്റ് ആണ്. കാരണം അറിയാലോ, എന്ത് കാണപ്പെടും? ലാർവൽ സ്റ്റേജ് കാണപ്പെടും. ഈ പ്ലാറ്റിഹെൽമിന്തസ് വിഭാഗത്തിലെ എടുത്തു പറയേണ്ട ഒരു ജീവിയാണ് പ്ലാനേറിയ എന്ന് പറയുന്ന ജീവി. പരന്ന വിര എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നതിനെ, പ്ലാനേറിയ. ഈ പ്ലാനേറിയക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, റീജനറേഷൻ എന്ന് പറയുന്ന കപ്പാസിറ്റി. എന്താ റീജനറേഷൻ എന്ന് പറഞ്ഞാല്? നഷ്ടപ്പെട്ടു പോയ അതിന്റെ ശരീരഭാഗം വീണ്ടും എന്ത് ചെയ്യുന്നു? പുതിയതായിട്ടുണ്ടായി വരുന്നു. പല്ലിയൊക്കെ ചെയ്യുന്ന, പല്ലിയുടെ വാല് മുറിഞ്ഞു പോയാലും പിന്നെ വരുന്നവൾ പറയും അത് റീജനറേഷൻ കപ്പാസിറ്റിയാണ്. നമ്മുടെ നഖം പോയി കഴിഞ്ഞാൽ വീണ്ടും വരുമല്ലോ, അതൊരു മുടി മുറിച്ച് കളഞ്ഞാൽ അതൊക്കെ റീജനറേഷൻ ആണ്. അപ്പോ പ്ലാറ്റിഹെൽമിന്തസ് വിഭാഗത്തിലെ ചില ജീവികൾക്ക് ഏത് കപ്പാസിറ്റി ഉണ്ട്? റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. എക്സാമ്പിൾ ഏതാണ്? പ്ലാനേറിയ. ഇനി ഇതിലെ മറ്റു ചില എക്സാമ്പിൾസും കൂടി നോക്കാം. 2 എക്സാമ്പിൾസും കൂടി നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ളൂ. ഒന്ന് ടീനിയ എന്ന് വിളിക്കുന്ന ടീനിയ, അതിനെ നമ്മൾ വിളിക്കുന്ന ലോക്കലായിട്ട് വിളിക്കുന്ന പേര് ടേപ്പ് വേം എന്നാണ് പറയുന്നത്. അതുപോലെ ലിവർ ഫ്ലൂക്ക്, ലിവർ പാരസൈറ്റ് എന്ന് പറയുന്ന ലിവർ ഫ്ലൂക്ക്, അതിന്റെ പേര്, അതിന്റെ സയന്റിഫിക് നെയിം ഫാസിയോള എന്നാണ്. അപ്പൊ 2 എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് ടീനിയ ടേപ്പ് വേം, രണ്ടാമത്തേത് ഫാസിയോള ലിവർ ഫ്ലൂക്ക്. അപ്പൊ ഒരു തവണ കൂടി ഫൈലം പ്ലാറ്റിഹെൽമിന്തസിന്റെ ക്യാരക്ടേഴ്സ്: എൻഡോപാരസൈറ്റ്സ്, ബൈലാട്രൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അസിലോമേറ്റ്. ഇനി അതിന്റെ നമുക്ക് എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സ് ആണ്. ബോഡി എങ്ങനെയാണ്? ഡോർസോ വെൻട്രലി ഫ്ലാറ്റഡ്, സോ ദേ ആർ കാൾഡ് ഫ്ലാറ്റ് വർബ്സ്, ഹെൻസ് ദ നെയിം പ്ലാറ്റിഹെൽമിന്തസ്. അതുപോലെ ഫ്ലെയിം സെൽസ്, presence of specialized cells called flame cells. ഇതിനു വേണ്ടിയാണ്? ഫോർ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. അതുപോലെ ഹെർമാഫ്രഡൈറ്റ്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, സെക്സസ് സെപ്പറേറ്റ് അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻഡയറക്ട് ഡെവലപ്മെന്റ് ആണ്, കാരണം ലാർവൽ സ്റ്റേജ് കാണപ്പെടുന്നുണ്ട്. പാരസൈറ്റിക് അഡാപ്റ്റേഷൻ, പ്രസൻസ് ഓഫ് ഹുക്സ് ആൻഡ് സക്കേഴ്സ്. 2 എക്സാമ്പിൾസ് പറഞ്ഞു. ടീനിയ എന്ന ടേപ്പ് വേം, അതുപോലെ ഫാസിയോള എന്ന ലിവർ ഫ്ലൂക്ക്. മറ്റൊരു പ്രത്യേകത, പ്ലാനേറിയ എന്ന് പറയുന്ന ജീവിക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ട്? റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ റീജനറേഷൻ കാണിക്കുന്ന ജീവികൾ ഉൾപ്പെടുന്ന ഒരു ഫൈലമാണ് ഏത്? പ്ലാറ്റിഹെൽമിന്തസ്. ഇനി നമുക്ക് ഇതിന്റെ ഫിഗേഴ്സ് ഒന്ന് നോക്കണം. അപ്പൊ ഈ എക്സാമ്പിൾസ് പഠിച്ച ജീവികളെയൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഈ 2 ഫൈലം മതി ഇന്നത്തെ ക്ലാസ്സില്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഈ രണ്ട് ഫലത്തോടു കൂടി അവസാനിക്കും. ബാക്കി ആ എക്സാമ്പിൾസും കൂടി ഒന്ന് നോക്കുക. ഈ കാണുന്നതാണ് ഫ്ലെയിം സെൽസ്. അതിനാ പേര് കിട്ടാൻ കാരണം ആ സെല്ലിനുള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീലി ഒന്ന് നോക്കുക. അതിങ്ങനെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ചലനം നമ്മുടെ ഈ ഫ്ലെയിം പോലെ ആയതുകൊണ്ട്, അതായത് മെഴുകുതിരിയൊക്കെ നമ്മൾ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലെയിം ചെറുതായിട്ട് ചലിക്കില്ലേ, അപ്പോൾ അതിനൊരു റിസംബ്ലൻസ് കാണിക്കുന്നത് കൊണ്ടാണ് ഈ സെല്ലിന് ഫ്ലെയിം സെൽ എന്ന പേര് കിട്ടിയത്. അപ്പോൾ സീലിയുടെ മൂവ്മെൻറ്റ് കാരണമാണ് ആ ഒരു പേര് കിട്ടാൻ കാരണം. ഫ്ലെയിം സെല്ലിൻ്റെ പൊസിഷൻ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്. പ്ലാനേറിയയാണ് തന്നിരിക്കുന്ന ജീവി. ആ അതായത് ബോഡി വാളിനോട് ചേർന്നാണ് ഫ്ലെയിം സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരെണ്ണം എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഒരു ചെറിയ ബൾബ് പോലത്തെ ഷേപ്പിൽ കാണാം. അതിൻ്റെ ക്രോസ് സെക്ഷനാണ് കുറച്ചുകൂടെ വലുതായിട്ട് കാണിച്ചിരിക്കുന്നത്. റെഡ് കളറിൽ അതിനുള്ളിൽ കാണുന്നതാണ് സീലിയ. അപ്പോൾ ശരിക്കും ബോഡി വാളിനടുത്തൊരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിലൂടെയാണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് പുറത്തു പോകുന്നത്. നേരത്തെ നമ്മൾ കണ്ട ഫിഗർ തന്നെയാണ്. അത് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാനാണ്. കണ്ടോ, ഓപ്പണിംഗ് ഓഫ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? അതിന് തൊട്ട് മുകളിൽ ഫ്ലെയിം സെൽസ് കാണാൻ കഴിയും. അപ്പോൾ ഓരോ ഫ്ലെയിം സെല്ലും
കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന വേസ്റ്റ് മെറ്റീരിയൽ ഈ ട്യൂബ്യൂളിലെത്തും. ഈ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് ബോഡി വാളിലേക്ക്, ബോഡിയുടെ പുറത്തേക്ക്, ബോഡി സർഫസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഫ്ലെയിം സെൽസും കളക്ട് ചെയ്തുകൊണ്ടിരുന്ന വേസ്റ്റ് ഈ കോമൺ ട്യൂബിലൂടെ ബോഡി സർഫസിലൂടെ എന്ത് ചെയ്യുന്നു, പുറത്തു പോകുന്നു. പ്ലാനേറിയ എന്ന ഓർഗാനിസമാണിത്. ഇതിൽ ഫ്ലെയിം സെല്ലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സീലിയ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ടല്ലോ. സീലിയയ്ക്ക് താഴെ ബോഡിയുടെ വെൻട്രൽ സൈഡ് കാണാം. ആ വെൻട്രൽ സൈഡിലൂടെ സീലിയ കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന വേസ്റ്റ് എല്ലാം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ ഓപ്പണിങ്സിലൂടെ പുറത്തു പോകുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം സെൽ ഒരുപാട് ഇഷ്ടം പോലെ ഫ്ലെയിം സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പ്ലാറ്റിഹെൽമിന്തസ് ജീവികളുടെ ബോഡിയിൽ കാണപ്പെടുന്നു. ഇതാണ് ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്ന പാരസൈറ്റ്. ലിവർ പാരസൈറ്റ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ ലിവറിനെയാണ് ഈ പാരസൈറ്റ് എഫക്റ്റ് ചെയ്യുന്നത്. എന്നിട്ടത് ബ്ലഡ് സക്ക് ചെയ്യുന്നു. ഇതാണ് ടേപ്പ് വേം എന്നറിയപ്പെടുന്ന, സയൻറ്റിഫിക് നെയിം ടീനിയ സോളിയം എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. ടേപ്പ് വേം എന്ന് ഓർത്ത് വെച്ചേക്കുക. അതിൻ്റെ ഹെഡ് ഉൾപ്പെടുന്ന ഒരു പോർഷൻ എൻലാർജ് ചെയ്ത് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.